ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷ ധ്യാനം. ഈശോയുടെയും ശിഷ്യന്മാരുടെയും രണ്ടു തരം സമീപനങ്ങൾ, രണ്ടു തരം മനോഭാവങ്ങൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഈശോയെക്കുറിച്ച് പറയുന്നു. ഈശോ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് ആളുകൾ വന്നപ്പോൾ ഈശോ അവരെ സ്വീകരിച്ച് അവരോട് ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും അവരിൽ രോഗസൗഖ്യം ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോ ആളുകളെ അഭിമുഖീകരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ഈശോയുടെ മനോഭാവം നമ്മൾ കാണുന്നു. ശിഷ്യന്മാരെന്നാൽ നേരെ തിരിച്ചാണ്. ഈശോയുടെ അടുത്ത ആളുകൾ ഒത്തുകൂടി, അവർ വചനം കേട്ടു, അവർ മടുത്തു എന്ന് മനസ്സിലായപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ഇത് തങ്ങൾക്കൊരു വലിയ പണി വരാൻ പോകുന്നു. അവരെ ഈശോയുടെ അടുത്ത് എന്ന് തന്ത്രപൂർവ്വം പറയുന്നു. ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുവാനും ഭക്ഷണം കഴിച്ചു വരാനുമായി ഈ ആളുകളെ പറഞ്ഞയക്കുക, അവരെ ഒഴിവാക്കാനും അവരെ അതിൽ നിന്ന് മാറ്റാനും ഒക്കെയുള്ള ഒരു കാര്യമാണ് ശിഷ്യന്മാര് സ്വീകരിക്കുന്നത്. ഈശോ അവരെ സ്വീകരിക്കാൻ, അവരുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ശിഷ്യന്മാർ അവരെ എങ്ങനെയും ഒഴിവാക്കാനും മാറ്റാനുമാണ് നോക്കിയത്. നമ്മളും ഈശോയെ പോലെ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്, അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. ശിഷ്യന്മാരെ പോലെ ഒഴിഞ്ഞു മാറുകയോ ഒഴിവാക്കുകയോ അല്ല ചെയ്യേണ്ടതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ ഈശോയ്ക്കുണ്ടായിരുന്ന വലിയ കോൺഫിഡൻസ്, ഈശോ പിതാവായ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യം എപ്പോഴും കൂടെയുള്ള ആളാണ്, ഏത് പ്രശ്നത്തെയും അതുകൊണ്ട് തന്നെ മറികടക്കാൻ പറ്റുമെന്ന് ബോധ്യമായിരുന്നു. ശിഷ്യന്മാരെന്നാൽ ഈശോയുടെ കൂടെ നടന്ന് ഈശോ ചെയ്തതും പറഞ്ഞതുമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിലും ഈശോയുടെ ശക്തിയിലും ഈശോ ആരാണെന്ന കാര്യത്തിലും പൂർണ്ണ ബോധ്യമുള്ളവരായിരുന്നോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒരു അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഈശോയെ അവർ കാണാതെ പോയത്. അവർ ആ പ്രശ്നത്തെ ഒഴിവാക്കാനായിട്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമായിട്ടും പരിശ്രമിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാവേണ്ടത്. ഒന്ന്, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അഡ്രസ്സ് ചെയ്യുകയും അതിനെ ഏറ്റെടുക്കുകയും വേണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അതിനെ ഒഴിവാക്കാൻ നോക്കുകയോ അല്ല ചെയ്യേണ്ടത്. രണ്ട്, ഏത് പ്രശ്നം വരുമ്പോഴും എനിക്കതിനെ അഭിമുഖീകരിക്കാൻ ശക്തി തരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. മനസ്സിൽ ഉറപ്പായി വിശ്വസിക്കാൻ സാധിക്കണം. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ തന്നെ പറയുന്നല്ലോ, നിങ്ങളുടെ പുറത്തുള്ളവനേക്കാൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ശക്തനാണ്. ആ ശക്തനായ ഉള്ളിലുള്ളവനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് പ്രശ്നത്തെയും മറികടക്കാനുള്ള വലിയ ശക്തിയും കോൺഫിഡൻസും ദൈവം നമുക്ക് തരും. ദൈവം കൂടെയുണ്ട് എന്നുള്ളത് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ആമേൻ.